നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. സോ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഒബ്ജക്റ്റീവ്സിന് നമുക്ക് വർക്ക് റിലേറ്റഡ് ഒബ്ജക്റ്റീവ്സ്, കരിയർ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ വർക്ക് റിലേറ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വർക്കുമായി ബന്ധപ്പെട്ട് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ ൻ്റെ ലക്ഷ്യം? പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് എ കൺട്രോൾ ഫോർ വർക്ക് ഡൺ. സോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്രൈസൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതായത് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് ടു ഹെൽപ്പ് ഇൻ അസൈനിങ് വർക്ക് ആൻഡ് പ്ലാൻ ഫ്യൂച്ചർ വർക്ക് അസൈൻമെൻറ്റ്സ്. നമുക്ക് ഭാവിയിലുള്ള വർക്ക് അസൈൻമെൻറ്റ്സിനെ ഒന്നും കൂടെ പ്ലാൻ ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ടു ക്യാരി ഔട്ട് ദ ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ജോബിനെയും ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ആ ജോബിലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ജോബിൽ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷനിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയല്ലേ ജോബ് ഇവാലുവേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ജോബ് ഇവാലുവേഷൻ. ആ ജോബ് ഇവാലുവേഷൻ ആ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടി സാധിക്കുന്നു. സോ പെർഫോമൻസ് അപ്രൈസൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദ നെക്സ്റ്റ് കരിയർ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. കരിയർ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഓരോ എംപ്ലോയിയുടെയും കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജോലി, അവരുടെ അവരുടെ വർക്കും കരിയറും വ്യത്യാസമുണ്ട്. ആ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ്? ടു ഐഡൻറ്റിഫൈ ദ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിൻറ്റ്സ് ആൻഡ് എൻകറേജ് ഫൈൻഡിങ് റെമഡീസ് ഫോർ വീക്ക് പോയിൻറ്റ്സ് ത്രൂ ട്രെയിനിങ്. പെർഫോമൻസ് അപ്രൈസലിലൂടെ തന്നെ അവർ ചെയ്യുന്ന വർക്കിനെ വിലയിരുത്തുന്ന സമയത്ത് അവരുടെ വീക്ക് പോയിൻറ്റ്സ് എന്താണ്, അവരുടെ സ്ട്രോങ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വീക്ക് പോയിൻറ്റ്സിനെ ഏതെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് ആണ് അയാൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ ടു ഡിറ്റർമിൻ ദി കരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഒരു കരിയർ പൊട്ടൻഷ്യൽ എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ദെൻ ടു പ്ലാൻ ഡെവലപ്മെൻറ്റൽ അസൈൻമെൻറ്റ്സ്. അതായത് ഡെവലപ്മെൻറ്റൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അസൈൻമെൻറ്റ്സുകളാണ് ചെയ്യേണ്ടത് അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ കരിയർ ഗോളുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. സോ പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ഒരു സംഭവം ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഒരു എംപ്ലോയിയുടെയും കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഒബ്ജക്റ്റീവ്സ്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫീഡ്ബാക്ക്, അതായത് ടു പ്രൊവൈഡ് ആഡ്വക്കേറ്റ് ഫീഡ്ബാക്ക് ഓൺ പെർഫോമൻസ് ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് ആപ്റ്റാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. Then to clearly establish goals, that is what is expected of the staff members in terms of the performance and future work assignments. എന്താണ് എംപ്ലോയീസിൽ നിന്നും ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ള മാറ്ററൊക്കെ പ്രോപ്പറായിട്ട് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എംപ്ലോയീസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള പ്രോസസ്സിലൂടെ സാധിക്കുന്നു. ഓക്കെ, സോ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എംപ്ലോയീസിന് എന്തൊക്കെ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എത്രയാണ് അവരുടെ കഴിവ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണ് അവരുടെ വർക്ക് റിസൾട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് അപ്രൈസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിലയിരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അവരുടെ പെർഫോമൻസ് ആപ്റ്റായിരുന്നോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ ടു പ്രൊവൈഡ് കൗൺസിലിംഗ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഓപ്പൺ ഡിസ്കഷൻ ഓൺ പെർഫോമൻസ്. അതായത് ഒരു എംപ്ലോയിയുടെ വർക്ക് അത് വെറുതെ അയാളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള റിസൾട്ടുകൾ അവരോട് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അവർക്ക് അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വീക്കായിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാനും കൂടെ സാധിക്കുന്നു.
Then to let employees assess where they stand within the organization in terms of their performance. സോ എംപ്ലോയീസിന് അവരെ തന്നെ സ്വയം സെൽഫ് അസസ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കുന്നു. അവരെവിടെയാണ് നിൽക്കുന്നത്, ഓർഗനൈസേഷനിൽ അവരുടെ സ്ഥാനം എവിടെയാണ്, ഇനി എത്രത്തോളം അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. സോ ഈ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഫ്രം എംപ്ലോയർ ടു എംപ്ലോയി അത് പ്രോപ്പർ IT പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളൊരു ടാസ്കിലൂടെ നടക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ, അഡ്മിനിസ്ട്രേറ്റീവ് ഒബ്ജക്റ്റീവ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ്? ടു സെർവ് ആസ് എ ബേസിസ് ഫോർ പ്രൊമോഷൻ ഓർ ഡിമോഷൻ. പ്രൊമോഷൻ കൊടുക്കുന്നതിനും ഡിമോഷൻ കൊടുക്കുന്നതിനും ഒരു ബേസിസ്, കൃത്യമായിട്ടുള്ളൊരു ബേസിസ് ആണ് ഈ പെർഫോമൻസ് അപ്രൈസൽ. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് ഫിക്സ് ചെയ്യുന്നതിന് അതിനും ഒരു നല്ല ബേസിസ് ആണ്. അതുപോലെ ടു സെർവ് ആസ് എ ബേസിസ് ഫോർ ഡിറ്റർമിനിങ് ട്രാൻസ്ഫറും പ്രൊമോഷനും ഡിമോഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൊബിലിറ്റിയാണ്, മൂവ്മെൻ്റ് ആണ്. സോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ ഈ പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ടു സെർവ് ആസ് എ ബേസിസ് ഫോർ ദ ടെർമിനേഷൻ in case of reduction of സ്റ്റാഫ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എംപ്ലോയീസിനെ നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ ആ ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നിലനിർത്തും, വർക്കിൽ വീക്കായിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ ഒഴിവാക്കുക. സോ ആ ടെർമിനേഷന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബേസിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വർക്ക് റിലേറ്റഡ് സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ദ നെക്സ്റ്റ് വൺ, പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്താണ് അതിൻ്റെ സ്റ്റെപ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഡിറ്റർമിനിങ് ദി ഒബ്ജക്റ്റീവ്സ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് അസസ് ചെയ്യുകയാണ്. അതായത് അവരുടെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട്, അത് ഹയർ പോസ്റ്റിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിലുള്ള എക്സസ് സ്റ്റാഫ് ഉണ്ടായതുകൊണ്ട് സ്റ്റാഫിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്താണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യുന്നു. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ദി പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. നമ്മൾ കൺട്രോളിങ് എന്നുള്ള ഫംഗ്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ ക്രൈറ്റീരിയനോടാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ചിലപ്പം ഫിസിക്കൽ നാച്ചുറലായിരിക്കാം, അതായത് ഔട്ട്പുട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നായിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് എത്ര ഉണ്ടാക്കി, അല്ലെങ്കിൽ റവന്യൂ എത്ര ഉണ്ടാക്കി എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വേറെ അവരുടെ നോളേജ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അലേർട്ട്നെസ്, അവരുടെ കോപ്പറേഷൻ, ഇനീഷ്യേറ്റീവ്, ഹോണസ്റ്റി, അങ്ങനെയുള്ള വേറെ മാറ്റേഴ്സ് ആയിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലും അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ടേംസിലും ഫിക്സ് ചെയ്യാം. അതൊക്കെ ഓർഗനൈസേഷൻ്റെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. ദ നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റിംഗ് ദി സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ്സ് പ്രോപ്പറായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എംപ്ലോയീസിന്. സോ എന്നാൽ മാത്രമേ എംപ്ലോയീസിന് അറിയാൻ പറ്റുള്ളൂ എന്താണ് അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തിൻ്റെ ബേസിലാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അതിൽ നടത്തണം. ദെൻ മെഷറിങ് ദ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സുകളുണ്ട്. ആ മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പെർഫോമൻസ് അസസ് ചെയ്യുന്നു. ദെൻ കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ആസ് യൂഷ്വൽ നമ്മൾ ആക്ച്വൽ സ്റ്റാൻഡേർഡ്സ് ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ മേക്കിംഗ് ഡിസ്കഷൻ നടത്തുന്നു. അതായത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ പോരായ്മ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നു. അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ. സോ എന്നിട്ട് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതായത് ഓർഗനൈസേഷന് തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ അല്ലെങ്കിൽ കോച്ചിങ് കൊടുക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ റിസൾട്ടിൽ നിന്നും അവർക്ക് മനസ്സിലാകുന്നു. അതിനനുസരിച്ചുള്ള കറക്റ്റീവ് ആക്ഷൻ ബിസിനസ് എടുക്കുന്നു, മാനേജ്മെൻറ്റ് എടുക്കുന്നു. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ പെർഫോമൻസ് അപ്രൈസൽ.